ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ ഭാഗത്തിൽ സീതാദേവി ഭൂമിയുടെ മടിയിലേക്ക് മടങ്ങിയതിനു ശേഷം ലവകുശന്മാർ ശ്രീരാമന്റെ അരികിലെത്തിയതും പിന്നീട് ലക്ഷ്മണന്റെ മഹാത്യാഗവും നമ്മൾ കണ്ടു. ഇപ്പോൾ ശ്രീരാമന്റെ ഭൂമിയിലെ അവതാര ലീല അവസാനത്തിലേക്ക് എത്തുകയാണ്. അധ്യായം 11. അയോധ്യയെ ധർമ്മത്തിന്റെ പ്രകാശത്തിൽ നയിച്ച രാജാവ്, ദശരഥന്റെ പുത്രൻ, സീതയുടെ പ്രിയപ്പെട്ട രാമൻ, ലവകുശന്മാരുടെ പിതാവ്, ഭക്തരുടെ ഹൃദയത്തിലെ ശ്രീരാമൻ ഇനി തൻ്റെ യഥാർത്ഥ ദിവ്യ സ്വരൂപത്തിലേക്ക് മടങ്ങാനുള്ള സമയമെത്തിയിരിക്കുന്നു. ലക്ഷ്മണൻ സരയൂ നദിയിൽ പ്രവേശിച്ച് തൻ്റെ ദേഹത്യാഗം ചെയ്ത വാർത്ത അയോധ്യയിലെ ജനങ്ങളെ ദുഃഖത്തിലാഴ്ത്തി. ശ്രീരാമന്റെ ഹൃദയത്തിൽ ആ വേദന കൂടുതൽ ആഴമായി. സീതയെ നഷ്ടപ്പെട്ടിരുന്നു. ഭരതനും ശത്രുഘ്നനും കൂടെ ഉണ്ടായിരുന്നു എങ്കിലും പ്രിയപ്പെട്ട അനുജനായ ലക്ഷ്മണന്റെ വേർപാട് രാമന് സഹിക്കാൻ വളരെ പ്രയാസമായിരുന്നു. രാമൻ ആകാശത്തേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സത്യം വ്യക്തമായി. എൻ്റെ ഭൂമിയിലെ ദൗത്യം പൂർത്തിയായി. അദ്ദേഹം ഇനി അധിക നാൾ ഭൂമിയിൽ തുടരേണ്ടതില്ലെന്ന് മനസ്സിലാക്കി. എന്നാൽ അയോധ്യയിലെ ജനങ്ങളെ എങ്ങനെ വിട്ടുപോകും? തൻ്റെ ജീവിതം മുഴുവൻ രാമനോടൊപ്പം ചേർന്ന് നിന്ന ജനങ്ങളെ, അവരുടെ കണ്ണുനീരിനെ എങ്ങനെ നേരിടും? രാമൻ ലവകുശന്മാരെ വിളിച്ചു. ഇപ്പോൾ അവർ ബാലന്മാരല്ല, ധർമ്മവും ശാസ്ത്രവും അസ്ത്രവിദ്യയും അഭ്യസിച്ച രാജകുമാരന്മാരാണ്. രാമൻ അവരെ നോക്കി പറഞ്ഞു, മക്കളെ, ഒരു രാജാവിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് രാജ്യമല്ല, തൻ്റെ പ്രജകളുടെ വിശ്വാസമാണ്. ലവനും കുശനും പിതാവിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു. പ്രജകളെ സ്വന്തം മക്കളെ പോലെ കാണുക. ധർമ്മം ഒരിക്കലും ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ അമ്മ സീതയുടെയും ഗുരുവായ വാൽമീകിയുടെയും മഹത്വം ഒരിക്കലും മറക്കരുത്. ലവകുശന്മാരുടെ കണ്ണുകൾ നിറഞ്ഞു. പിതാവേ, അങ്ങ് ഞങ്ങളെ വിട്ടുപോകുമോ? രാമൻ അവരെ ചേർത്ത് പിടിച്ചു. ഞാൻ ശരീരമായി നിങ്ങളോടൊപ്പം ഇല്ലെങ്കിലും ധർമ്മത്തിന്റെ വഴിയിൽ നിങ്ങൾ നടക്കുമ്പോൾ ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ആ വാക്കുകൾ കേട്ട് ഇരുവരും പൊട്ടിക്കരഞ്ഞു. ശ്രീരാമൻ തൻ്റെ ഭൂമിയിലെ ദൗത്യം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുവെന്ന വാർത്ത പതുക്കെ അയോധ്യയിൽ പരന്നു. ആ വാർത്ത കേട്ടപ്പോൾ ജനങ്ങളുടെ ഹൃദയം തകർന്നു. രാമൻ ഞങ്ങളെ വിട്ടുപോകുന്നു എന്ന ചിന്ത അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവരെ കൊണ്ട് സഹിക്കാനായില്ല. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും എല്ലാവരും രാജമന്ദിരത്തിലേക്ക് ഒഴുകിയെത്തി. അവർ രാമന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നു. പ്രഭോ, അങ്ങില്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? രാമൻ അവരെ സ്നേഹത്തോടെ നോക്കി. അയോധ്യയിലെ ഓരോ മുഖവും അദ്ദേഹത്തിന് പരിചിതമായിരുന്നു. ഇവരുടെ സന്തോഷത്തിനു വേണ്ടിയാണ് താൻ രാജധർമ്മം പാലിച്ചത്. ഇവരുടെ സമാധാനത്തിനു വേണ്ടിയാണ് സ്വന്തം ദുഃഖങ്ങൾ സഹിച്ചത്. ഇപ്പോൾ അവരിൽ നിന്ന് വിട പറയേണ്ട സമയം. രാമന്റെ കണ്ണുകളിലും കണ്ണുനീർ നിറഞ്ഞു. അവസാനം ആ ദിവസം വന്നെത്തിച്ചേർന്നു. ശ്രീരാമൻ രാജമന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ മുഖത്ത് ദുഃഖമില്ലായിരുന്നു. അവിടെ ദിവ്യമായ ഒരു ശാന്തതയായിരുന്നു. അയോധ്യയിലെ ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നു. മഹർഷിമാർ, ബ്രാഹ്മണന്മാർ, രാജകുടുംബാംഗങ്ങൾ, സൈനികർ, സാധാരണ പ്രജകൾ, അങ്ങനെ എല്ലാവരും. രാമൻ സരയൂ നദിയുടെ തീരത്തേക്ക് നടന്നു. ആ യാത്ര ഒരു സാധാരണ രാജാവിന്റെ യാത്രയായിരുന്നില്ല. അത് ഒരു അവതാര പുരുഷന്റെ മടങ്ങിപ്പോക്കായിരുന്നു. സരയൂ തീരത്തെത്തിയപ്പോൾ രാമൻ തൻ്റെ പ്രജകളെ നോക്കി. അദ്ദേഹം പറഞ്ഞു, ധർമ്മത്തെ സംരക്ഷിക്കുക, സത്യത്തിൽ ഉറച്ചു നിൽക്കുക,
പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുക, ദുർബലരെ സംരക്ഷിക്കുക, ദൈവത്തെ സ്മരിക്കുക, എൻ്റെ നാമം ഹൃദയത്തിൽ സൂക്ഷിക്കുക. ജനങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രാമ, ഞങ്ങളെയും കൂടെ കൊണ്ടുപോകണമേ. അവരുടെ ഭക്തിയും സ്നേഹവും കണ്ടപ്പോൾ രാമന്റെ ഹൃദയം നിറഞ്ഞു. അദ്ദേഹം അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ സരയൂ നദിയുടെ തീരത്ത് അത്ഭുതകരമായൊരു ദിവ്യപ്രകാശം പ്രത്യക്ഷപ്പെട്ടു. ആകാശം ദിവ്യമായ പ്രകാശത്താൽ നിറഞ്ഞു. ദേവന്മാരെത്തി, മഹർഷിമാർ സ്തുതിച്ചു, ഗന്ധർവന്മാരുടെ ഗാനങ്ങൾ മുഴങ്ങി, ദിവ്യമായ സുഗന്ധം എല്ലായിടത്തും പരന്നു. അയോധ്യയിലെ ജനങ്ങൾ അത്ഭുതത്തോടെ ആ കാഴ്ച നോക്കി. അപ്പോൾ അവർക്ക് മനസ്സിലായി, തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അയോധ്യയുടെ രാജാവ് മാത്രമല്ല, പരമപുരുഷനായ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമൻ. രാമൻ പതുക്കെ സരയൂ നദിയിലേക്ക് നടന്നു. ഓരോ ചുവടും ഭൂമിയിലെ അവതാര ലീലയിൽ നിന്ന് ദിവ്യലോകത്തിലേക്കുള്ള ഒരു ചുവട് പോലെ. അദ്ദേഹം അവസാനമായി അയോധ്യയിലേക്ക് നോക്കി. അവിടെ തൻ്റെ ജീവിതത്തിൻ്റെ ഓർമ്മകൾ, ദശരഥന്റെ കൊട്ടാരം, സീതയോടൊപ്പമുള്ള ദിനങ്ങൾ, ഭരതന്റെ സ്നേഹം, ലക്ഷ്മണന്റെ സേവനം, ഹനുമാന്റെ ഭക്തി, ലവകുശന്മാരുടെ പുഞ്ചിരി, അയോധ്യയിലെ ജനങ്ങളുടെ സ്നേഹം എല്ലാം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു. പിന്നെ അദ്ദേഹം സരയൂവിൽ പ്രവേശിച്ചു. ശ്രീരാമന്റെ ആ ദിവ്യ സ്വരൂപം പ്രകാശിച്ചു. ഭൂമിയിലെ രാജവേഷം വിട്ട് അദ്ദേഹം തൻ്റെ പരമദിവ്യ സ്വരൂപത്തിലേക്ക് മടങ്ങി. ശ്രീ മഹാവിഷ്ണുവായി വൈകുണ്ഠത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ അദ്ദേഹത്തെ ദേവന്മാരും മഹർഷിമാരും സ്തുതിച്ചു. രാമാവതാരത്തിലെ ഭൂമിയിലെ ലീല അവസാനിച്ചു. പക്ഷേ രാമൻ അവസാനിച്ചില്ല. കാരണം രാമൻ ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല, അദ്ദേഹം ധർമ്മത്തിന്റെ പ്രതീകമാണ്. രാമന്റെ ദിവ്യ പ്രവേശനം കണ്ട അയോധ്യയിലെ ജനങ്ങൾ കരഞ്ഞു. എന്നാൽ അവരുടെ കണ്ണുനീരിൽ ദുഃഖം മാത്രം ഉണ്ടായിരുന്നില്ല, അവിടെ ഭക്തിയും ഉണ്ടായിരുന്നു, അഭിമാനവും ഉണ്ടായിരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ രാമനെ രാജാവായി കാണാൻ കഴിഞ്ഞതിൻ്റെ ഭാഗ്യവും ഉണ്ടായിരുന്നു. അവർ ഒരേ സ്വരത്തിൽ വിളിച്ചു, ശ്രീരാമചന്ദ്രസ്വാമിക്ക് ജയ്. സരയൂ നദി ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്നു. അയോധ്യയുടെ ആകാശത്ത് രാമനാമം മുഴങ്ങി. രാമൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങി. എന്നാൽ അയോധ്യക്കാർക്ക് അദ്ദേഹം ഒരിക്കലും അകന്നില്ല. അവരുടെ ഹൃദയങ്ങളിൽ രാമൻ ജീവിച്ചു. അവരുടെ വീടുകളിൽ രാമനാമം മുഴങ്ങി. അവരുടെ ക്ഷേത്രങ്ങളിൽ രാമനെ ആരാധിച്ചു. അവരുടെ മക്കൾക്ക് രാമകഥ പറഞ്ഞു. തലമുറകൾ കടന്നുപോയി, എന്നിട്ടും രാമ എന്ന രണ്ടക്ഷരങ്ങൾ മാഞ്ഞില്ല. ശ്രീരാമന്റെ ജീവിതം നമ്മോട് പറയുന്നത് ഇതാണ്: ധർമ്മം എത്ര കഠിനമായാലും അതിൽ നിന്ന് പിന്മാറരുത്. സീത നമ്മെ പഠിപ്പിച്ചത് സത്യത്തിലും പരിശുദ്ധിയിലും ഉറച്ചു നിൽക്കുക. ലക്ഷ്മണൻ പഠിപ്പിച്ചത് സ്നേഹത്തിനും ധർമ്മത്തിനും വേണ്ടി സ്വന്തം ജീവിതം പോലും സമർപ്പിക്കാം. ഹനുമാൻ പഠിപ്പിച്ചത് ഭക്തിക്ക് അതിരുകളില്ല. ലവകുശന്മാർ പഠിപ്പിച്ചത് മാതാപിതാക്കളുടെ മഹത്വം, ഗുരുവിന്റെ ജ്ഞാനവും ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്. രാമൻ പഠിപ്പിച്ചത് ഒരു മനുഷ്യന്റെ മഹത്വം അവൻ അനുഭവിക്കുന്ന അധികാരത്തിലല്ല, അവൻ പാലിക്കുന്ന ധർമ്മത്തിലാണ്. അങ്ങനെ ദശരഥന്റെ ഭവനത്തിൽ ജനിച്ച രാമൻ, സീതയെ വിവാഹം കഴിച്ച രാമൻ, വനവാസം അനുഭവിച്ച രാമൻ, രാവണനെ വധിച്ച രാമൻ, അയോധ്യയെ ധർമ്മത്തോടെ ഭരിച്ച രാമൻ, സീതാവിരഹത്തിന്റെ വേദന സഹിച്ച രാമൻ, ലവകുശന്മാരെ തിരിച്ചറിഞ്ഞ പിതാവായ രാമൻ. അവസാനം സരയൂവിലൂടെ തൻ്റെ ദിവ്യധാമത്തിലേക്ക് മടങ്ങി. അങ്ങനെ രാമാവതാരം അവസാനിച്ചു. പക്ഷേ രാമകഥ ഒരിക്കലും അവസാനിച്ചില്ല. കാരണം രാമൻ അയോധ്യയിൽ നിന്ന് പോയി എങ്കിലും ഭക്തരുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പോയിട്ടില്ല. ശ്രീരാമൻ ഉള്ളിടത്ത് ധർമ്മമുണ്ട്, ധർമ്മമുള്ളിടത്ത് ശ്രീരാമനുണ്ട്. ശ്രീ സീതാമരചന്ദ്രസ്വാമിക്ക് ജയ്. അടുത്ത ഭാഗത്തിൽ നമുക്ക് അധ്യാത്മരാമായണത്തിൻ്റെ സമ്പൂർണ്ണ സന്ദേശം ശ്രീരാമകഥയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എന്ന
ആ ഒരു ഭാഗം നമുക്ക് സ്മരിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.